NREG വർക്കേഴ്സ് യൂണിയൻ കൃഷ്ണപുരത്ത് കാപ്പിൽ കുറ്റിപ്പുറം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക, NMMS ജിയോ ടാഗ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കഴിഞ്ഞ 27 മുതൽ വീണ്ടും നമ്മൾ സംസ്ഥാനത്താകെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ സമരം ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞു പണിയുണ്ടായിട്ടും പണിമുടക്കിന്ന് വന്നിരിക്കുകയാണ്. ഇന്നത്തെ പണിമുടക്കുമ്പോൾ നമുക്ക് 346 നഷ്ടമാണ് അല്ലേ? 346 രൂപ കിട്ടുന്നില്ല. ആ 346 രൂപ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ സമരം ചെയ്യുന്നത്. എന്തിനാ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇങ്ങനെ വന്നത്? തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കേന്ദ്ര ഗവൺമെന്റ് നിയമം മൂലം പാസാക്കിയ ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വെറുതെ ഉണ്ടായതല്ല. ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾക്ക് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്കും തൊഴിൽ കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നും NMMS ജിയോ ടാഗ് ഉൾപ്പെടെയുള്ള അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് NREG വർക്കേഴ്സ് യൂണിയൻ കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി കാപ്പിൽ കുറ്റിപ്പുറത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സംഘടനയല്ല NREG വർക്കേഴ്സ് യൂണിയൻ. CPM എന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ തൊഴിലാളികളെ ദുരുപയോഗം ചെയ്തിട്ടില്ല. ഒരിക്കലും പാർട്ടിയുടെ ഒരു പരിപാടികൾക്കും ഈ തൊഴിലാളികളെ നിർബന്ധപൂർവ്വം കൊണ്ടുപോയിട്ടില്ല. NREG വർക്കേഴ്സ് യൂണിയന്റെ സമരങ്ങൾക്കും പരിപാടികൾക്കും മാത്രമാണ് NREG മേഖലയിലെ തൊഴിലാളികളെ ക്ഷണിക്കുകയും യൂണിയൻ നേതാക്കന്മാർ അവരെ പരിപാടികൾക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നവർ. ഇനി സമരത്തിലൂടെ എല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ചില ആശയവും ചില വാർഡുകളിലെ മെമ്പർമാർ ഉയർത്തുകയാണ്. NREG വർക്കേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് S പവനനാഥൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് K ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MV ശ്യാം, M നസീർ, Y പൂക്കുഞ്ഞ്, H ഹക്കീം, ശ്രീജ സന്തോഷ്, KM ശംസുകുഞ്ഞ്, T സഹദേവൻ, രാജീവ് പ്രേംകുമാർ, സുനിമോൾ, ലീല, D സുരേന്ദ്രൻ, ഭാസുര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.